or karate do. A martial art is primarily a striking art that uses punches, kicking, and nunchucks. The Shotokan style of karate has many practitioners who are forgiving, calculative, resilient, and enduring. Kindly welcome the karate cast of Chavra Public School Pala, who would bring before us the various styles of karate fighting, skills, and self-defense. നമ്മൾ കരാട്ടെ ഡെമോൺസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. കരാട്ടെ ഡെമോൺസ്ട്രേഷൻ ഇല്ലാത്ത ആനുവൽ ഡേ ഈ നിമിഷം വരെ വന്നിട്ടില്ല. അപ്പം ഞങ്ങളുടെ ഓരോ വർഷങ്ങളും ചേഞ്ച് ഉണ്ട്. കാരണം കുട്ടികൾ പുതിയ ആൾക്കാർ വരികയും പഴയ ആൾക്കാർ പോവുകയും ഒക്കെ ചെയ്യുന്നതിന് വളരെ അപൂർവമായിട്ടേ പഴയ ആൾക്കാർ കാണാറുള്ളൂ. പഴയ ആൾക്കാരാണെങ്കിൽ എല്ലാവരും ബ്ലാക്ക് ബെൽറ്റ് വരെ തന്നെ ആയിരിക്കും. ഈ വർഷം വന്ന കുട്ടികളെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും പരിഗണന കൊടുത്തുകൊണ്ടുള്ള തയ്യാറുള്ളവരെ എല്ലാവരും സ്റ്റേജിൽ കയറ്റിക്കൊണ്ടുള്ള പ്രോഗ്രാമാണ്. ആദ്യമായിട്ട് നമ്മളൊരു മാസ് കാട്ട. ഇത് ജൂനിയേഴ്സിൻ്റെ കാട്ടയാണ്. കാരണം സീനിയേഴ്സിൻ്റെ കാട്ട അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഈ വർഷം തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫോമൻസാണിത്. കത്ത ഡെമോൺസ്ട്രേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളാണ്, പ്രൊഫഷണൽ ടീമൊന്നുമല്ല. അപ്പോൾ അവർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അടുത്തതായിട്ട് ഒരു നൈഫ് അറ്റാക്ക്. അടുത്ത നൈഫ് അറ്റാക്കാണ്. കടാര ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്താൽ ഏത് രീതിയിലാണ് ഡിഫെൻഡ് ചെയ്യുന്നത് എന്ന് ആൻഡൻ അറ്റാക്ക് ചെയ്യുന്നു, കൃഷ്ണ ഡിഫെൻഡ് ചെയ്യുന്നു. വ്യത്യസ്തമായ രീതിയിലുള്ള അറ്റാക്ക് വന്നാൽ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നതാണ് കൃഷ്ണ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അടുത്തതായിട്ട് കരാട്ടയിലെ ഏതാനും ചില ബേസിക് ആയിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സുകളാണ്.
നമ്മുടെ കരാട്ടയിലെ ബേസിക് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സുകളാണ് നമ്മളിവിടെ കണ്ടത്. നമ്മൾ കാലിൻ്റെ ഫ്ലെക്സിബിലിറ്റി അത് മനസ്സിലാക്കുന്ന ഒരു ടെക്നിക്കാണ് ക്രിസ്റ്റലിന നമുക്ക് കാണിച്ചു തരുന്നു. ഇതാണ് നമ്മുടെ തലയിൽ ഒരു ആപ്പിൾ വെച്ചിട്ട് തലയിൽ ടച്ച് ചെയ്യാതെ വളരെ കൺട്രോളിങ്ങിൽ ആപ്പിളിൽ മാത്രമായിട്ട്, നമ്മൾ കൈകൊണ്ടുള്ളൊരു അറ്റാക്ക് അല്ല ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാലുകൊണ്ടുള്ളൊരു അറ്റാക്കാണ്. അത് ചെയ്യാനാണ് ക്രിസ്റ്റലിന ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം. വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ കരാട്ടയുടെ ഒരു ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ ഒരാൾ പോലും നക്കൽ പുഷപ്പ്, അതായത് പഞ്ച് ചെയ്യുന്നതിന് നല്ല ശക്തി വേണമെങ്കിൽ കൈ ചുരുട്ടി നമ്മൾ നക്കലിൽ പുഷപ്പ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ ആൾക്കാർ പോലും ഒരു 15-10 പുഷപ്പ് ചെയ്യുക, അതൊക്കെയാണ്. അത് കൂടുതൽ ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ നമ്മുടെ ഒരു കൊച്ചുമെടുക്കൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിനവ് നമ്മൾ പുഷപ്പ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ എത്ര എണ്ണം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. നമുക്കൊന്ന് നോക്കാം, നമുക്ക് എണ്ണാം. എത്ര വരും നമുക്കറിയാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35. നമുക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നതാണ്. ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ ഒരു 170ഓളം കുട്ടികളെ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതിൽ മിക്കവരും, വളരെ അപൂർവം ആൾക്കാരുണ്ട് ഇങ്ങനെ എടുക്കുന്നവർ. ഒരു 100 പേരിൽ 2 പേര് പോലും ഇതുപോലെ പുഷപ്പ് എടുക്കാൻ പറ്റുന്നവരല്ല. അത് ഇയാളുടെ ഗ്രേഡ്, പ്രായം ഇതും കൂടെ നമ്മൾ നോക്കണം. ഓറഞ്ച് ബെൽറ്റാണ്, 8 വയസ്സ് പ്രായം. വലിയ കാര്യമാണ്. ഒരു സീനിയർ കാട്ടയാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷം തുടങ്ങിയ ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കത്ത ഡെമോൺസ്ട്രേഷനാണ് ഇത്. നമ്മളൊരു സീനിയർ കാട്ട. ഇതിൻ്റെ എല്ലാ കത്തായിക്കും പേരുണ്ട്. ഇതിൻ്റെ പേര് ജിയോൺ, അതായത് ബ്ലാക്ക് ബെൽറ്റിൻ്റെ സിലബസിൽ ഉള്ള ഒരു കത്തായാണ്.
അടുത്തതായിട്ട് നമ്മളൊരു ജമ്പിങ് കിക്കാണ്. നമ്മൾ ഉയർന്ന് ജമ്പ് ചെയ്ത് ഒരു കിക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. കുറച്ച് ഉയരത്തിലാണ്, നമ്മളൊരു പന്ത് പിടിച്ചിരിക്കുകയാണ്. ഓടൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ പ്രോഗ്രാം തുടക്കമാണ്. ഇത് കഴിഞ്ഞിട്ട് ഒത്തിരി പ്രോഗ്രാംസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഓടൊക്കെ നമുക്കിവിടെ നിഷിദ്ധമാണ്. അതുകൊണ്ട് പന്ത് വെച്ച് നമ്മളിതിൻ്റെ ലക്ഷ്യം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് മാത്രം കൂട്ടിയാൽ മതി. നമ്മൾ അടുത്തതായിട്ട് കുമിറ്റെ, അതായത് നമ്മൾ ഫൈറ്റ് തുടങ്ങുന്നതിൻ്റെ ഒരു ബാലപാഠമാണ്. നമ്മൾ കുമിറ്റയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പറഞ്ഞിട്ട് ചെയ്യുന്ന അറ്റാക്കാണ്. അതിനെ എഫക്റ്റീവായിട്ട് ബ്ലോക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ കാണിച്ചു തരുന്നത്. നമ്മൾ സെൽഫ് ഡിഫെൻസ്, അതായത് നമ്മൾ ലേഡീസിൻ്റെ മേലുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കറിയാം. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഏഞ്ചല നമുക്ക് കാണിച്ചു തരികയാണ്. ചില നമ്മളെ കീഴ്പ്പെടുത്താനുള്ള ചില കയ്യിലൊക്കെ പിടിക്കുന്നു. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കരാട്ടയുടെ പിൻബലത്തിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് നമുക്ക് ഏഞ്ചല കാണിച്ചു തരുന്നത്. നമ്മൾ ഒരു കൈക്ക് പിടിച്ചു, അതിനുശേഷം രണ്ട് കൈക്ക് പിടിച്ചു. ഇതിനെല്ലാം നമുക്കൊരു ടെക്നിക്കലായിട്ടുള്ള വശമുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്ക് വളരെ നിസ്സാരമായിട്ട്, അത് കുറേ ആരോഗ്യം കൂടുതലുള്ള ആളാണെങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. വേറെ വ്യത്യസ്തമായ വേറൊരു രീതി. നമ്മൾ ഈ സ്റ്റേജിൽ ആദ്യം തുടങ്ങിയ ഐറ്റം ഒരു മാസ് കാട്ടായാണ്. ആ കത്തായുടെ മീനിങ് എന്താണ് എന്ന് ഏഞ്ചല അഗസ്റ്റിൻ നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പം അതിൻ്റെ 7-8 പേര് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു. അതിനെ ഫലപ്രദമായ ഡിഫെൻഡ് ചെയ്ത് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ആ കട്ടയുടെ മീനിങ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്.
അടുത്തതായിട്ടൊരു ഫൈറ്റാണ്. നമ്മൾ ടൂർണമെൻറ്റിലൊക്കെ ഫൈറ്റ് ചെയ്ത് വിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കട്ട കോമ്പറ്റീഷനുമൊക്കെ 2 ഐറ്റമാണ്, ഒന്ന് കത്ത ഒന്ന് ഫൈറ്റ്. ഇങ്ങനെ 2 ഐറ്റമാണ് കരാട്ടയിലെ മത്സരങ്ങളിലുള്ളത്. അപ്പം നമുക്ക് ഫൈറ്റ് ഒരു സാമ്പിൾ എന്ന നിലയിലാണ് നമ്മളിവിടെ കാണിക്കുന്നത്, അല്ലാണ്ട് ഒരു ഭയങ്കര ഫൈറ്റൊന്നുമല്ല. ഒരാൺകുട്ടിയും അതായത് ക്രിസ്റ്റീനെയും ആൻ്റണുമാണ് ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ടൊരു ഗ്രൂപ്പ് അറ്റാക്കാണ്. ഗ്രൂപ്പ് അറ്റാക്കോടുകൂടി ഞങ്ങളുടെ കരാട്ടെ ഡെമോൺസ്ട്രേഷൻ സമാപിക്കുന്നു. ഗ്രൂപ്പ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരാളെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്ന് അകപ്പെടുത്താൻ മനഃപൂർവ്വം നമുക്ക് ശരിയാക്കിയേക്കാം, അവനെ തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി വേണമെങ്കിൽ നമ്മളൊരു കൊട്ടേഷൻ കൊടുത്തെന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാളൊരു കരാട്ടെ അഭ്യാസിയാണ് എങ്കിൽ ഏത് രീതിയിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും എന്ന് നമുക്ക് നിവേദ കൃഷ്ണ കാണിച്ചു തരികയാണ്. നമ്മുടെ സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു 5 വർഷത്തിൽ മേലെയായിട്ട് സ്കൂളിലും പിന്നെ പുറത്തുള്ള ക്ലാസ്സിലും പങ്കെടുത്ത് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ട് 1-2 വർഷങ്ങളായി നമ്മുടെ സ്കൂളിൽ തന്നെ +1 പഠിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കരാട്ടെ പരിശീലിക്കുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട്. ഈ 8ാം ക്ലാസ് കഴിഞ്ഞെന്നാൽ നമുക്ക് കരാട്ടെ പഠിക്കാൻ സ്കൂളിൽ സൗകര്യമില്ല. എനിക്ക് പുറത്ത് ഹോട്ടൽ അമ്പാടി ഹോട്ടലിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഞാൻ തന്നെ ക്ലാസ് നടത്തുന്നുണ്ട്. ബാക്കി കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക് ആ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഐറ്റത്തോടു കൂടി ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇവിടെ സമാപിക്കും. ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഏറ്റവും കൃത്യമായ രീതിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ലാസ്റ്റ് ഐറ്റം ഗ്രൂപ്പ് അറ്റാക്ക്.